ഈ അടുത്ത് ആരിഫ് ഹുസൈന് ഒരു സംഭവം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ലണ്ടനിൽ പോയി ഇവൻ്റെതായ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവസാനം ചമ്മിയിട്ട് അവിടെ നിന്ന് ഏകദേശം 50 മിനിറ്റോളമുള്ള വീഡിയോ ആണ്. അതായത് അവസാനമായിട്ട് ഒന്നും പറയാൻ കിട്ടാതെ അങ്ങ് നാറിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഓക്കെ, ആ ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ അവസാന ഭാഗം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് പറയുകയാണ്. ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല, കാരണം അത്രയും നെറുകെട്ട രീതിയിലാണ് അവിടുന്ന് തിരിച്ചു വന്നിട്ടുള്ളത്. ആർപിക് ഹുസൈൻ എന്ന് പറയുന്ന ഈ വ്യക്തി മുമ്പ് തന്നെ ഈ എക്സ് മുസ്ലിം എന്ന പേരിൽ കുറേ ആൾക്കാരുണ്ട്. ഇവന് മാത്രമല്ല, ഇവൻ്റെ കുറേ കൂട്ടാളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇസ്ലാമിനെ അങ്ങ് തലം താഴ്ത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇന്ന കാര്യമില്ല, ചില ആയത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. AI ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവൻ്റെ ചോദ്യങ്ങളും ഇവൻ്റെ മറുപടികളും ഒക്കെ ഉള്ളത്. ഏതായിട്ടും അവിടുത്തെ ആൾക്കാർ ശരിക്കും ചാമ്പിയിട്ടുണ്ട്, വേണ്ട രീതിയിൽ കൊടുത്തിട്ട്. ഇങ്ങനെ പറയാനുള്ളത് ചോദിച്ചു പോയവൻ പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ രീതിയിലായിട്ടുണ്ട് എന്നാണ് ആർപിക് ഹുസൈൻ്റെത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഏതായിട്ടും ചില വീഡിയോസൊക്കെ കണ്ടു നോക്കാം, റിയാക്ഷൻ. ആദ്യമായിട്ട് നമുക്ക് സുഹൈൽ ഉസ്താദിൻ്റെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഹലോ, നമ്മുടെ കോയക്കോളിങ് നടത്തുന്ന ആരിഫിക്കല്ലേ? ഞാൻ നിങ്ങളുടെ ഹാർപിക് ഹുസൈൻ. സോറി, പേര് മാറിപ്പോയതാ. ഹാർപിക് ഹുസൈൻ. ഹാർപിക് അപ്പനെ നമ്മുടെ ഖുർആനിൽ സ്വന്തം മകളെ കെട്ടാന്ന് പറയുന്ന ആയത്ത് ഏത് ഭാഗത്താ? ഈ അടുത്ത് ലണ്ടനിൽ പോയിട്ട് കുറച്ച് മുസ്ലിമീങ്ങൾ ഉത്തരം മുട്ടിച്ചില്ലേ? ആയത്ത് ഏത് ഭാഗത്താ? എന്തിനാണെന്നാ? നമ്മുടെ ആലപ്പുഴക്കാരൻ ഒരു അൻസാരി സൂര്യൻ ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഭയങ്കര വെള്ളച്ചില. അവനെ അണ്ണാക്കിൽ പിരിവെട്ടിക്കാൻ വേണ്ടി, അവനൊരു പണി കൊടുക്കാൻ വേണ്ടി. തപ്പി എടുത്തപ്പോ ധൃതി ഇല്ല, തിരക്കില്ല, പതുക്കെ തന്നാൽ മതി. സുഹരിക്കൊരു പണി കൊടുക്കണം, നമ്മുടെ കുറെ നാളെ കൊണ്ട് നടക്കാം. അവനൊന്ന് ശരിയാക്കാനുണ്ട്. ധൃതിയില്ല, പതുക്കെ മതി. തപ്പ ഞാനും തപ്പ. നെറ്റുണ്ടല്ലോ അല്ലേ? മുഖത്ത് എന്തോ ഒരു ഭാവവ്യത്യാസം വരുന്നുണ്ടല്ലോ ആരിഫിക്ക. മുഖത്ത് വയറ്റിൽ നിന്ന് പോകാൻ തന്നെ വല്ല പ്രയാസമാണോ? ചെറുപഴം 2 കഴിച്ചാൽ മതി, ശരിയാവും. കഴിച്ചെന്നാ, രാവിലെ കഴിച്ചെന്നാ? അപ്പോൾ പിന്നെ പ്രശ്നമില്ല. മുഖത്ത് എന്തോ ഒരു ക്ഷീണം പോലെ. ആയത്ത് പതുക്കെ തിരക്കൊന്നുമില്ല. ആയത്ത് പതുക്കെ തപ്പി തന്നാൽ മതി. സ്വന്തം മകളെ കെട്ടാന്ന് പറയുന്ന ആയത്ത് ഖുർആനിലുണ്ടെങ്കിൽ പതുക്കെ തപ്പി തന്നാൽ മതി, ഒരു തിരക്കില്ല. കിട്ടുന്നില്ലേ? തപ്പ് അപ്പാ, നിങ്ങൾ ആത്മാർത്ഥത്തോടെ തപ്പ്. ഞാൻ തപ്പന്നേപ്പാ. ഖുർആനിൽ തപ്പിയിട്ട് കിട്ടില്ല. ഞാൻ കിണറ്റിൽ തപ്പി നോക്കട്ടെ. കിണറ്റിൽ തപ്പ, അവിടേക്ക് വെയിറ്റ്. ഹലോ, കിണറ്റിൽ തപ്പിയിട്ടും കിട്ടിയില്ല. നീ എവിടെ തപ്പിയാ കിട്ടും ഈ ആയത്ത്? അപ്പം നിങ്ങളെ നമ്പിയ നമ്മള് അത് തന്നെ. ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ്. ഓക്കെ, ഏതായിട്ടും ആ വീഡിയോ ഏകദേശം 50 മിനിറ്റോളം ഉണ്ട്. ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളത് കാണണം. ശരിക്കും ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ്റെ അവസ്ഥ എന്താണ്, ഇവൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത്രത്തോളം മുസ്ലിമീങ്ങളെ കളിയാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ 5 വക്കത്ത് പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്കിനെ പോലും ഇവനെ കളിയാക്കിയിട്ട് അതിനൊരു പാട്ടിൻ്റെ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആ ബാങ്ക് അതിനെ കളിയാക്കിയിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാൻ തുടക്കം ഇവനെ കാണുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരു വീഡിയോ കൂടി സുഹൈൽ ഉസ്താദിൻ്റെത് കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാനില്ല, വേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ ഈ മിനിറ്റിലെ ചർച്ച എന്താ? ആരിഫ് ഹുസൈൻ ലണ്ടനിൽ പോയി തേഞ്ഞൊട്ടിയതാണല്ലേ? മാനവരാശിക്ക് ഗുണമില്ലാത്ത, സ്വന്തം മാതാവിന് പോലും ഒരു ഗ്ലാസിൻ്റെ വെള്ളം അന്ത്യസമയത്ത് ഉപകരിച്ചില്ല എന്ന് മാത്രമല്ല, മരിച്ചിട്ട് പോലും അവരുടെ മൃതദേഹത്തെ പോലും വെറുതെ വിടാത്ത ആ നിർഗുണനെ കുറിച്ച് നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ മറന്നുപോയൊരു വാർത്തയുണ്ട്. നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിരുന്നു? ഇല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കൂ. ഈ വർഷം മാത്രം ദുബായിലെ മതകാര്യ വകുപ്പിന്റെ കീഴിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ എണ്ണം 5500 സംതിങ് ആണ്. എന്തെല്ലാം തരത്തിലുള്ള ഫോബിയകൾ, എന്തെല്ലാം തരത്തിലുള്ള വൃത്തികേടുകൾ. ഇന്നിപ്പോൾ ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ട സംജാതമായ ഒരു ചർച്ച തന്നെ നോക്കി. ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്നുണ്ട് എന്ന ചർച്ച. എത്ര കാലം അദ്ദേഹം ഈ സമൂഹത്തിൽ ആ വിദ്വേഷവും ആ തെറ്റിദ്ധാരണയും അദ്ദേഹം പടർത്തി. അത് ഏറ്റെടുത്തവരാണ് രസം. അത് ഏറ്റെടുത്തവരാണ്. നമ്മൾ കേരളത്തിൽ ആരാണ് ഏറ്റെടുത്തുള്ളത്? ആരിഫ് ഹുസൈനെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ ആരെങ്കിലും നോർമൽ ഉണ്ടോ?
നിങ്ങൾ നോർമലായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്? അവൻ്റെയൊക്കെ വായിൽ നിന്ന് വരുന്നൊരു വർത്തമാനം, സഭ്യമായൊരു വർത്തമാനം കേട്ടിട്ടുണ്ട്? ഇല്ല. ഈ സഭ്യതയും ഈ അച്ചടക്കവും ഈ ധാർമ്മിക ബോധവും ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ആളുകൾ മറ്റൊന്നിലേക്ക് ഒഴുകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കൂ, ഇത്രത്തോളം ആളുകൾ മറ്റേത് ആശയത്തിലേക്കാണ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഏറ്റവും കൂടുതൽ മോശവും തെറ്റിദ്ധരിപ്പിക്കലും ആക്ഷേപവും ആക്രോശവും ഒക്കെ നടത്തുന്ന ഈ മതത്തിനെതിരെയാണ്. ആ മതം വിശ്വസിക്കുന്ന ആളുകൾ ധരിക്കുന്ന വസ്ത്രം, ആ മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ, ആ മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പരിതപിക്കുകയും പരിഭവിക്കുകയും സമൂഹമധ്യം പല വൃത്തികേടുകളും പറഞ്ഞിട്ടും എങ്ങനെയാണ് ഈ മനുഷ്യരൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ആലപ്പുഴ ബീച്ചിലിരിക്കുമ്പോൾ ഗോപകുമാർ എന്ന് പറയുന്ന ഒരാൾ എന്നെ ഒന്ന് പരിചയപ്പെട്ടു. എൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്, അവളാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവൾ ചിരിച്ചു പോയതേ. വർത്താനം പറഞ്ഞു വന്നപ്പോഴേക്കും അവൾ പതുക്കെ എൻ്റെ ചെവി ഒന്ന് സലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 വർഷമായിട്ട് ഞാൻ ഇസ്ലാം ഫോളോ ചെയ്യണം പറഞ്ഞു, രഹസ്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ അനുഭവമാണ്. അദ്ദേഹം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണെന്ന് കൂടി ആ സ്നേഹം പങ്കുവച്ചിട്ട് അയാൾ പറഞ്ഞാൽ ഓടി വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനെ രഹസ്യമായി പുൽകിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാശയം മഹിതമാണ്, ഇസ്ലാം മോശമാണ് എങ്കിൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ വായിന്ന് വരുന്ന വർത്താനം എങ്കിലും മര്യാദ ഉള്ളതാവണ്ടേ. ശശികല ടീച്ചർ, ലസിത പാലക്കൽ, ഫസൽക്കാരൻ, ഇങ്ങനെ തുടങ്ങി ഈ ആരിഫ് ഹുസൈൻ ആകട്ടെ, മറ്റ് നിങ്ങൾ ഈ പറയപ്പെട്ട വിദ്വേഷ ഹാൻഡിലൂടെ പ്രവർത്തിക്കുന്നവരാകട്ടെ, ഇവരെയൊക്കെ ഒരു 5 മിനിറ്റ് ഒരു മനുഷ്യൻ കേട്ടുകൊണ്ടിരുന്നാൽ ആ മനുഷ്യൻ്റെ മനസ്സ് നെഗറ്റീവ് അല്ലാതെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. ഹാദിയ, നിങ്ങൾ എന്തെല്ലാം ശ്രമിച്ചു ഹാദിയനെ ഒന്നും മാറ്റിയെടുക്കുക. എന്തുകൊണ്ടാണ്? ഹാദിയയിൽ അടിവേർ ഉറച്ചതുകൊണ്ടാണ്. എന്നും മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഒരു ഭയപ്പാടുണ്ട് മുസ്ലിം കുട്ടികളോടൊപ്പം സഹകരിക്കുമ്പോൾ. എന്തുകൊണ്ടാണ്? എന്നാൽ നിങ്ങളോടൊപ്പം നമ്മൾ സഹകരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. നിങ്ങൾ പല ആളുകളോട് നമ്മൾ സഹകരിക്കുന്നുണ്ട്, നമുക്കൊന്നും ഒരു അട്രാക്റ്റീവും തോന്നില്ല. നിങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പരിവർത്തനപ്പെടുന്നു. ഇപ്പം നിങ്ങൾ പറയും പൈസ കൊടുത്തിട്ടല്ലേ? ഓക്കെ, അപ്പോൾ മാധവിക്കൂടെ വിഷയം പറയുമ്പോഴത്തേക്ക് 100 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ, അപ്പം 100 കോടി രൂപ ആണെങ്കിൽ എല്ലാവരും കുറച്ച് ആളുകൾ വിളിച്ച് പെണ്ണ് കിട്ടിച്ചാൽ പറയും. കുറേ കുട്ടികളുണ്ടാവില്ല. എന്തിനാ മാധവിക്കുട്ടിനെ 100 കോടി കൊടുക്കുന്നത്? 100 പേർക്ക് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയുന്നത് മക്കളുടെ പ്രസവവും ചെലവൊക്കെ അങ്ങനെ കൊടുക്കണം, നമ്മൾ കൊടുത്താൽ പോരെ? എത്ര കുട്ടികൾ ഉൽപ്പാദിപ്പിക്കും? അതല്ലല്ലോ ചെയ്തത്. അതൊക്കെ മോശവും മണ്ടത്തരവുമാണ്. ആളുകൾ നോക്കിക്കാണുന്നത് അവർക്കെവിടെയാണ് സമാധാനമുള്ളത്, എവിടെയാണ് സന്തോഷമുള്ളത്, എവിടെയാണ് അവർക്ക് സമാധാനപൂരിതമായി ഒരു പീസ്ഫുള്ളായ ലൈഫ് നയിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിലേക്ക് പോകും. ഒരൊറ്റ സൂക്തം, സൂറത്ത് യൂസുഫ് എന്ന് പറയുന്ന ഒരു സൂക്തത്തിലെ ഒരു ആ അധ്യായം മുഴുവനുമല്ല, ഒരു വചനം കേട്ടപ്പോഴാണ് കാറ്റ് സ്റ്റീവൻ, ലോകം കണ്ട ഏറ്റവും വലിയ പോപ്പ് ഗായകനായ കാറ്റ് സ്റ്റീവൻ യൂസുഫിൽ ഇസ്ലാമായി മാറിയത്. മൗറിസ് ബുക്കായിയുടെയൊക്കെ ചിന്തകൾ നമ്മൾ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ മൗറിസ് ബുക്കായി എങ്ങനെയാണ് അദ്ദേഹം ആശയത്തിൻ്റെ ഭാഗമായി വന്നത്. അതുകൊണ്ട് നിങ്ങൾ വിമർശനം തുറന്നുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ഉള്ളിലൂടെ സൈലൻ്റായി ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന അനേകായിരം മനുഷ്യരുണ്ട്. ആരിഫ് ഹുസൈൻ പോലും അള്ളാഹുവിൻ്റെ ദീനിന് സഹായമാണ്. കാരണം അവൻ പറയുന്ന വിഷയങ്ങളെ മറ്റൊരു വിഷയമുണ്ടോ, മറ്റൊരു തലമുണ്ടോ എന്നൊരു മനുഷ്യൻ പഠിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിൻ്റെ ശാന്തന തീരത്തേക്കായിരിക്കും അവൻ എത്തിച്ചേരുന്നത്. പിന്നെ മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഒരു ഉപദേശം, ഈ വരുന്നവരെല്ലാം വലിയ ക്വാളിറ്റി ഉള്ളവരായി മാറുകയാണ്. പക്ഷേ നമ്മളിൽ നിന്ന് അള്ളാഹു ഔദാര്യമായി തന്ന മതം നമ്മളിൽ നിന്ന് ക്വാളിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള പലരെയും കണ്ടിട്ട് അള്ളാഹുവിൻ്റെ ദീനെ വെറുത്തു പോവാൻ. യഥാർത്ഥ മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ടാൽ ഏതൊരു മനുഷ്യനും ആ മതത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും പഠിക്കാനും കേൾക്കാനും താല്പര്യം തോന്നും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും പല്ല് കടിക്കുന്നവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഉപേക്ഷിച്ചു വന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വർത്താനം നിങ്ങളത് കേട്ടു നോക്കുക. ഇസ്ലാമിലേക്ക് വന്ന ഏറ്റവും കുറഞ്ഞ ആ ഈസ പെരുമ്പാവൂരിൻ്റെ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അപ്പം ഇസ്ലാം ഉപേക്ഷിച്ചു വന്നവരും ഇസ്ലാമിലേക്ക് വന്നവരുടെയും വർത്തമാനങ്ങൾ, സംവാദങ്ങൾ, ചർച്ചകൾ കേട്ടു നോക്കുക. ആ സഭ്യതയും സഭ്യതയും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എവിടെയാണ് ഒരു യഥാർത്ഥ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരാശയധാര നിലകൊള്ളുന്നത്. ഇഷാദ്, ഏതേറ്റവും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പിന്നിൽ പോകുന്ന ആൾക്കാർ അല്പം ഇരുന്ന് ചിന്തിച്ച് വേണം പോകാനെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇഷാദ്, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.